അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. 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 അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നീ എത്രമാത്രം നിന്റെ രക്ഷയെക്കുറിച്ച് ജാഗ്രതയുള്ളവനാണ് എന്നാണ്. എന്താണ് ചോദ്യം? നിന്റെ രക്ഷയെക്കുറിച്ച് ജാഗ്രതയുള്ളവനാണ്. നമുക്ക് ഈ വാക്ക് പരിചയമുള്ള വാക്കാണ് ജാഗ്രത, അല്ലേ? ജാഗ്രതയുള്ള, ഉണർവുള്ളവനാണ്, ഉണർവുള്ളവളാണ് എന്ന. നമ്മുടെ രക്ഷയെക്കുറിച്ച് ദൈവം ജാഗ്രതയുള്ളവനാണ്. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഇന്ന് വായിക്കുന്ന വായന ദൈവത്തിൻ്റെ ഒരു ജാഗ്രതയാണ്. ദൈവം ഉറക്കമൊളിച്ചിരിക്കുകയാണ്, കോട്ടുവായിടാതെ ഉറക്കം തൂങ്ങാതെ ദൈവം ഇരിക്കുകയാണ്. ജനത്തെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദാനദേശം കൊടുക്കുന്നതിന്, പാലും തേനുമൊക്കെ ഒഴുകുന്ന വാഗ്ദാനദേശം, സ്വാതന്ത്ര്യത്തിൻ്റെ വാഗ്ദാനദേശത്തേക്ക് എത്തിക്കുന്നതിന് ആ രാത്രിയിൽ ദൈവം ജാഗ്രതയോടെ പ്രവർത്തിച്ചു. ദൈവം ഉണർന്നിരുന്നു, ജനങ്ങളും ഉണർന്നിരുന്നു. അതുകൊണ്ട് അപ്പം ഭക്ഷിച്ചപ്പോൾ അവർ തിടുക്കത്തിലാണ് ഭക്ഷിച്ചത്. ഏതപ്പമാണ് അവർ പെട്ടെന്ന് കഴിച്ചത്? പെസഹ അപ്പം അവർ കഴിച്ചത് എങ്ങനെയാണ്? തിടുക്കത്തിലാണ് കഴിച്ചത്. എന്തുകൊണ്ടാണ് തിടുക്കത്തിൽ കഴിച്ചത്? തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ആരെങ്കിലും കഴിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല. ഇതൊരു തിടുക്കത്തിൻ്റെ, രക്ഷയെക്കുറിച്ചുള്ള ഒരു ജാഗ്രതയാണ്, ഉണർവാണ് ഇത് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ പെസഹ അപ്പത്തിൻ്റെ മറ്റൊരു പേര് ഉണർവിൻ്റെ അപ്പം അല്ലെങ്കിൽ തിടുക്കത്തിൻ്റെ അപ്പം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആ അപ്പമാണ് ദിവ്യകാരുണ്യ അപ്പം. ഒരർത്ഥത്തിൽ എന്തപ്പമാണ്? തിടുക്കത്തിൻ്റെ അപ്പമാണ്, ജാഗ്രതയുടെ അപ്പമാണ്. എന്തിനെക്കുറിച്ചുള്ള ജാഗ്രത? നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ജാഗ്രത. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈ അപ്പം ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകും? തിടുക്കത്തിൻ്റെ അപ്പം, പുളിയുള്ളത് കഴിച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? പുളി ഉണ്ടാവും, അല്ലേ? മധുരമുള്ളത് കഴിച്ചാൽ, പുളിയുള്ളത് കഴിച്ചാൽ പുള്ളിയുടെ ഗുണം കിട്ടും. മധുരമുള്ളത് കഴിച്ചാൽ നമ്മുടെ വായിൽ എന്തുണ്ടാവും? മധുരമുണ്ടാകും. തിടുക്കത്തിൻ്റെ അപ്പം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകും? തിടുക്കം ഉണ്ടാകും. എന്തിനു? പെട്ടെന്ന് വീട്ടിലേക്ക് ഓടാനുള്ള തിടുക്കമല്ല. എന്തിനു വേണ്ടിയിട്ടുള്ള തിടുക്കം? രക്ഷയെക്കുറിച്ചുള്ള ജാഗ്രതയുണ്ടാകും. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ ഈശോ നമുക്ക് തരുന്നത് ഈ തിടുക്കത്തിൻ്റെ അപ്പമാണ്, രക്ഷയെക്കുറിച്ചുള്ള ഉണർവിൻ്റെ അപ്പമാണ്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർഗം ഭൂമിയിൽ ഈശോ പണിതുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പണിതുയർത്തുന്ന പ്രക്രിയയിൽ പങ്കുചേരാനുള്ള ദൈവരാജ്യ ശുശ്രൂഷകളിൽ ദൈവരാജ്യത്തെ പണിതുയർത്തുന്നതിനുള്ള ഒരു തിടുക്കം. എൻ്റെ തന്നെ രക്ഷയെക്കുറിച്ച് ഒരു തിടുക്കം വേണം, നിത്യജീവനെക്കുറിച്ച്, മറ്റുള്ളവരുടെ രക്ഷയെക്കുറിച്ചും ഒരു തിടുക്കം വേണം. ദൈവം ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു. നമുക്കും ജാഗ്രതയുള്ളവരായി തീരാം. കണ്ണുകളടക്കം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ഉള്ളിലുള്ള നിത്യജീവനിലേക്കുള്ള പ്രയാണത്തിൻ്റെ വേഗത, അതിൻ്റെ തിടുക്കം എത്രമാത്രമുണ്ടെന്ന് പരിശോധിക്കാം. നമ്മൾ തിടുക്കം കൂട്ടുന്നത് സ്വർഗം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണോ?
നമ്മളുടെ തിടുക്കം മറ്റുള്ളവർക്ക് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണോ? നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മൾ മന്ദിച്ചു പോയ, ചൂടും തണുപ്പുമില്ലാത്തവരായി തീർന്ന സമയങ്ങളെ ഓർത്ത്, അലസതയിൽ കഴിഞ്ഞ സമയങ്ങളെ ഓർത്ത്, അലംഭാവത്തിലായിരുന്ന സമയങ്ങളെ ഓർത്ത് അനുതപിച്ച്, സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതയില്ലാതെ ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ള തിരക്കുകൾ മാത്രം സൂക്ഷിച്ചവരായി നമ്മൾ നടന്നുപോയതിനെയൊക്കെ ഓർത്ത് നമുക്ക് അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോ